തുണി ഉരി കാണിക്കാൻ വേണ്ടി ഒരു പടം, ആൾക്കാരുടെ ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ടൊരു പടം. അവരെന്താണെന്ന് പോലും അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് ബോധ മോഡലിങ്ങിന് ബേസ് ചെയ്യുന്ന ആദ്യത്തെ മലയാള ചിത്രമാണെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. അവർക്കത് കെയർ ചെയ്യുന്നില്ല. അവർ ആ ഫോട്ടോയിൽ എന്താണോ അല്ലെങ്കിൽ അത് എന്താണോ തുണി വരാൻ വേണ്ടി മാത്രം കാണിക്കുന്നതാണോ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണോ ഉള്ള ചോദ്യങ്ങളാണ്. അപ്പം ഞാൻ പറയും, ഇപ്പോൾ എൻ്റെ അടുത്ത് അത് ചോദിക്കുകയാണെങ്കിൽ, ഈ പടം കണ്ടിട്ട് ഒരാളൊന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ ആക്ച്വലി ഹേറ്റേഴ്സ് ഉണ്ടാവാം, പടം ഇഷ്ടപ്പെടാതിരിക്കുക. പക്ഷേ ഒരു സാധനം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ഹെയ്റ്റ് ചെയ്യരുതെന്ന്. ഹേറ്റർ സ്പ്രെഡ് ചെയ്യണമെന്നില്ല, ഇഷ്ടപ്പെട്ടില്ല, ഓക്കെ, സോ അവരുടെ ഒരു വ്യക്തിപരമായ കാര്യം. പക്ഷെ അത് എന്തുകൊണ്ട് ഹെയ്റ്റ് ചെയ്ത് അത് സ്പ്രെഡ് ചെയ്യുന്നത് ആക്ച്വലി നല്ലൊരു കാര്യമായിട്ട് തോന്നിയില്ല. അപ്പോൾ അങ്ങനെ ഒരാളെൻ്റെ അടുത്ത് വന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി അവർക്ക് ആ ഒരു ഇൻഫർമേഷൻ ഞാൻ പാസ് ചെയ്യും. ഇതാണ് പരിപാടി, ഇറ്റ്സ് ഫോം ഓഫ് ആർട്ട്. ഇത് തുണിവരി കാണിക്കലല്ല, വേ ഓഫ് എക്സ്പ്രഷനാണ്, ഇതൊരു ആർട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത്, അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ബോധ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു സെക്ഷലൈസ് ചെയ്യുന്ന ഒരു പരിപാടിയായിട്ട് പലർക്കും എനിക്ക് ബെഡ്റൂം ഫോട്ടോഗ്രാഫി എന്നുള്ളൊരു അതെ അതുകൊണ്ട് തീർച്ചയായിട്ടും അതല്ല, അതിൻ്റെ ഒരു ആർട്ട് ഫോം ആണെന്ന് മനസ്സിലാക്കേണ്ട ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആ കമൻറ്റ് സെക്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.